തെളിവെടുപ്പിന് വേണ്ടി തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ഹോട്ടലിലാണ് മൂന്നാം ബലാത്സംഗ കേസിലെ പരാതി റൂമെടുപ്പിച്ച് ഈ ഹോട്ടലിൽ വെച്ചാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്നാണ് മൊഴിയുള്ളത്. ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനായിരുന്നു രാവിലെ മുതലുള്ള തയ്യാറെടുപ്പ്. ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അതിരാവിലെ തന്നെ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നത്. അവിടെ നിന്നും ഇപ്പോൾ വലിയ പോലീസ് സന്നാഹത്തോടെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടെ തെളിവെടുപ്പ് നടത്തും. ഈ ക്ലബ് 7 മുറിയിൽ വെച്ചാണ് മൂന്നാം പരാതിക്കാരിയായിട്ടുള്ള യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഇവിടെയാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. ഈ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിട്ട് കസ്റ്റഡിയിലുള്ളത്. നിലവിൽ അമൽ സുരേന്ദ്രനുണ്ട് അവിടെ. അമൽ, എന്താണ് വിശദാംശങ്ങൾ? രാഹുലിനെ എത്തിച്ചോ? എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ? ഗൗതം, കനത്ത സുരക്ഷയിലാണ് പോലീസ് ഇപ്പോൾ ഈ തെളിവെടുപ്പിന് വേണ്ടി ക്ലബ് 7 ഹോട്ടലിലേക്ക് രാഹുലിനെ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കാം, ഷീൽഡ് കൊണ്ട് രാഹുലിനെ മറിച്ചിരിക്കുന്ന ഈ ഹോട്ടലിന്റെ, അതായത് ക്ലബ് 7 ഹോട്ടലിന്റെ 4ാമത്തെ നിലയിലാണ് ഇപ്പോൾ ഏതായാലും നൽകാൻ ഒരു സംഭവം നടന്നത്. അവിടേക്ക് രാഹുലിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. ഏതായാലും നമുക്കറിയാവുന്നതാണ്, ആദ്യമെല്ലാം രാഹുലിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത്തരം വാർത്തകളെല്ലാം തെറ്റാണ്. ഇപ്പോൾ രാഹുലിനെ ഇവിടെ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഇവിടെ നിന്ന് AR ക്യാമ്പിലേക്ക്, പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്ക് മടക്കിക്കൊണ്ടുപോവുകയാണ് പോലീസിന്റെ ഇപ്പോൾ ഇന്നത്തെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമേ നാളത്തെയോ മറ്റോ കാര്യം മാത്രമാണ് പാലക്കാട് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഈ ഒപ്പമുണ്ട്. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയോട് കൂടിയാണ് രാഹുലിനെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം രാഹുലിന്റെ ഒപ്പമുള്ളത്. ഏതായാലും ഈ രാഹുൽ പ്രതികരിക്കുമോ, മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന കാര്യം പ്രധാനമാണ്. പക്ഷേ പോലീസ് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ നിന്ന് രാഹുലിനെ മറച്ചു നിർത്തുന്ന രീതിയിലുള്ള ഷീൽഡ് അടക്കം പ്രയോഗിച്ചുകൊണ്ട്, കവചമുടക്കിക്കൊണ്ടുള്ള രാഹുലിനെ മറച്ചു നിർത്തുകയാണ്. രാഹുൽ സംസാരിക്കുവാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിനും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇന്നലെ രാഹുൽ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നേരം സംസാരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് സംസാരിക്കാതെ പോവുകയായിരുന്നു. ഏതായാലും രാഹുൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഇവിടെ ഉള്ളത്. രാഹുലുമായിട്ട് സംസാരിക്കുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഇപ്പോൾ മാധ്യമങ്ങളെ അടക്കം തടഞ്ഞുകൊണ്ട്, രാഹുലിന്റെ അടുത്തേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ടാണ് പോലീസ് രാഹുലുമായിട്ട് ഈ ഹോട്ടലിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ടലിന്റെ 4ാമത്തെ നിലയിലാണ് ഈ കുറ്റകൃത്യം നടന്ന മുറിയുള്ളത്. ആ മുറിയിലേക്ക് രാഹുലിനെ എത്തിക്കുക, അവിടുത്തെ പരിശോധന നടത്തുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും 2024 ഓഗസ്റ്റ് 4-നാണ് ഈ സംഭവം നടന്നത്. ഇത്ര നാളത്തെ സമയ വ്യത്യാസമുണ്ട്, വർഷങ്ങളുടെ പഴക്കം വന്നിരിക്കുന്നു. അപ്പോൾ ഈ കുറ്റകൃത്യത്തിന്റെ ഇത്രയും കാലപ്പഴക്കമടക്കം ഈ ഒരു കേസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഏതായാലും ഈ തെളിവെടുപ്പ് നടക്കുന്ന പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ആ 4ാം നിലയിലേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിടുവാൻ ഇപ്പോൾ ഏതായാലും പോലീസ് തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളെ ഈ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഏതായാലും രാഹുലുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രാഹുലുമായി സംസാരിക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത് എന്നറിയുവാൻ ഇപ്പോൾ നിർവാഹമില്ല. ഏതായാലും രാഹുലുമായിട്ട് ഇന്ന് ഹോട്ടലിലേക്ക് വന്നിരിക്കുമ്പോഴും രാഹുലിന്റെ മുഖത്ത് ചിരിയുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ കണ്ടതാണ്, പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും തന്റെ മുഖത്തുള്ള ചിരി അത് ഇപ്പോൾ മാഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും തനിക്ക് കുലുക്ക് മുറുകിയിരിക്കുന്നു എന്നത് രാഹുലിനടക്കം വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും 16-ാം തീയതി വരെയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കസ്റ്റഡിയിൽ കഴിയേണ്ടത്. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം. ഏതായാലും ഇപ്പോൾ തന്നെ നിലവിൽ പ്രതിഭാഗത്തിന്റെ ജാമ്യ അപേക്ഷ കോടതിയുടെ കൈവശമുള്ളതാണ്. അതിലും ഒരു തീരുമാനം 16-ാം തീയതി ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ എത്ര നേരമാണ് ഈ ഒരു പരിശോധന നടത്തുക, ഹോട്ടലിലുള്ള തെളിവെടുപ്പ് നടത്തുക എന്നൊരു പ്രധാനമേറിയ ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടായേക്കാം എന്നുള്ളൊരു മുൻവിധിയോട് കൂടി തന്നെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയുള്ള സുരക്ഷയോട് കൂടി തന്നെയാണ് രാഹുലിനെ ഇവിടെ എത്തിച്ചതും. പ്രതിഷേധം ഏതെങ്കിലും തരത്തിലുണ്ടായാൽ തന്നെയും അതിൽ നിന്ന് രാഹുലിനെ മറച്ചു നിർത്തുക എന്നുള്ളതും പ്രാധാന്യത്തോടു കൂടി പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എത്തിക്കൊണ്ട് വളരെ കുറച്ച് ഉദ്യോഗസ്ഥരും രാഹുലും മാത്രമാണ് ഇപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ ലിഫ്റ്റിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർ രാഹുലുമായി
മുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാമായിരുന്നു. ഏതായാലും ഈ പ്രദേശവാസികൾക്ക് പോലും ഈ ഹോട്ടൽ ഏതാണ് എന്നതിനെ കുറിച്ചുള്ള നേരിയ സൂചന പോലും നൽകാതെയായിരുന്നു പോലീസിന്റെ നീക്കം. നമ്മൾ ഇവിടെ വന്നപ്പോഴെല്ലാം ഈ തൊട്ട് താഴെ ഉണ്ടായിരുന്ന കടയിലുള്ളവരോട് പോലും നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്കാർക്കും ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഇവിടേക്ക് ഇന്ന് പോലീസ് വരുമെന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണയും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഈ ഹോട്ടലിന്റെയും ഈ കെട്ടിടത്തിന്റെയും ഉടമസ്ഥരെ അടക്കം നമ്മൾ വിളിച്ചപ്പോഴും അവർക്കും ഇത്തരത്തിൽ പോലീസ് ഇന്ന് തെളിവെടുപ്പിന് വരും എന്നുള്ള തരത്തിലുള്ള യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പുമായിട്ട് ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ എയർ ക്യാമ്പിൽ നിന്ന് രാഹുലിനെ അഞ്ചരിയോടുകൂടി ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ തിരുവല്ലയിലെ ഇവിടെ എത്തുകയും ഇപ്പോൾ രാഹുലുമായി തെളിവെടുപ്പിന് വേണ്ടി മുകളിലേക്ക് പോയിട്ടുമുണ്ട്. ഏതായാലും നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പരിശോധന നടത്തും എന്നതടക്കമുള്ള വാർത്തകൾ വന്നിരുന്നെങ്കിലും ആ വാർത്തകളെല്ലാം ഏതായാലും നിരാകരിച്ചിരിക്കുകയാണ്. രാഹുലിനെ ഏതായാലും അടൂരിലേക്കോ അല്ലെങ്കിൽ പാലക്കാട്ടേക്കോ ഇന്ന് കൊണ്ടുപോകുവാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുലിനെ ഇവിടത്തെ പരിശോധനകളും തെളിവെടുപ്പും നടന്നതിന് ശേഷം തിരിച്ച് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അതിജീവിതയായിട്ടുള്ള യുവതി വിദേശത്ത് നിന്നും നാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. അതിനാൽ നാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുന്ന യുവതിയിൽ നിന്നടക്കം പോലീസ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, കൂടുതലായുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തുടക്കത്തിലെ വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ഈ യുവതിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. ഇത് രാഹുലിന് വേണ്ടി അനുകൂലമാക്കുവാനുള്ള എങ്കിൽ ഇത്തരത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി രേഖപ്പെടുത്തിയതിന് 3 ദിവസത്തിന് ശേഷവും ഒപ്പോടുകൂടി, അതായത് പരാതിക്കാരിയുടെ ഒപ്പോടുകൂടിയുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നില്ല അന്വേഷണ സംഘം എന്നതടക്കമുള്ള വാദഗതികൾ ഇന്നലെ കോടതിയിൽ പ്രോസിക്യൂഷനെതിരായിട്ട് പ്രതിഭാഗം ഉയർത്തിയിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ രാഹുലിനെ എത്തിച്ച് പരിശോധന നടത്തുകയാണ്, തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. രാവിലെ തന്നെ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും വലിയ പോലീസ് സുരക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ക്ലബ് 7ലേക്ക് എത്തിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കനത്ത പോലീസ് വലയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു അന്വേഷണ സംഘം. നിലവിൽ ക്ലബ് 7 ഹോട്ടലിലെ ഹോട്ടൽ മുറിയിലാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.